മതനിരപേക്ഷയുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ ആ നേട്ടങ്ങളെല്ലാം ഈ രാജ്യത്ത് പലർക്കും അസൂയപ്പെടുന്ന നേട്ടങ്ങളാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ചില കണ്ടൻറ്റുകൾ സിനിമ മേഖലയിലൂടെ ചലച്ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലും ആ നിലപാട് തന്നെ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം നേടിയ നേട്ടങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തിൻ്റെ ഭാഗമായി നേടിയ നേട്ടങ്ങളല്ല. കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം യോജിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ അത് മതനിരപേക്ഷയുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ ആ നേട്ടങ്ങളെല്ലാം ഈ രാജ്യത്ത് പലർക്കും അസൂയപ്പെടുന്ന നേട്ടങ്ങളാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ചില കണ്ടൻറ്റുകൾ സിനിമ മേഖലയിലൂടെ ചലച്ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിജയിക്കില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. ഒന്നാം ഭാഗം എങ്ങനെ പോയോ അതുപോലെ തന്നെ രണ്ടാം ഭാഗം പോകും. അതിപ്പോൾ ഇവര് വിനോദമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. വിനോദം മാറി അതൊക്കെ അതിന് ബന്ധപ്പെട്ട ആളോട് ചോദിച്ചാൽ മതി. സാംസ്കാരികമായിട്ട് വല്ല കാര്യങ്ങളും ചോദിക്കേണ്ട